അപ്പം അതിൽ ഒരു സൈൻ ഭയങ്കരമായിട്ട് ആൾക്കാരിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു റെഡ് ഡ്രാഗൺ ഒരു ഷർട്ടിൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സീൻ. ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് അൺഎക്സ്പെക്റ്റഡ് ആണ്. അബ്രഹാം ഖുറേഷിക്ക് മറ്റൊരു തലമുണ്ട്. ഈവൻ സെയ്ദിൻ്റെ ഫാദർ ആരാണ്, അദ്ദേഹത്തിന് ആദ്യം കാണുന്ന മൊമെൻറ്റ് തന്നെ തിയേറ്ററിൽ അവരുടെ ഇഷ്ടപ്പെടുന്ന നായകനെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സിനിമയെ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് മുതൽ കയ്യടികൾ ഉണ്ടാവണം. മലയാള സിനിമാ ചരിത്രത്തിൽ കോളിളക്കം സൃഷ്ടിക്കാൻ പോകുന്നതുകൊണ്ടാണോ അപ്പം ഗോകുലം പോലും ഈ ഒരു സിനിമയെ ഏറ്റെടുത്തത്? പൃഥ്വിരാജടക്കം അല്ലെങ്കിൽ ആൻ്റണി ചേട്ടനടക്കം ഉള്ള ആളുകൾ ചിന്തിക്കുന്നതിന് മുമ്പേ ആളുകൾ ചിന്തിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സ് മറ്റ് സിനിമകളിൽ ഞാൻ കണ്ടിട്ടില്ല. എമ്പുരാൻ്റെ സിഗ്നേച്ചർ ലുക്ക് അബ്രഹാം ഖുറേഷി തന്നെയായിരിക്കും. അദ്ദേഹം ആ സ്ക്രീൻ സ്പേസ് കഴിഞ്ഞിട്ടാണല്ലോ മറ്റ് ആർക്കും അവിടെ, അതാണല്ലോ ആ സിനിമയുടെ വലിപ്പം. പിന്നീട് സെയ്ദിൻ്റെ ക്യാരക്ടറിലേക്ക്, സെയ്ദിൻ്റെ ഫാമിലിയിലേക്കൊക്കെ നമ്മൾ സിനിമ കഴിഞ്ഞ് സെക്കൻഡ് ഡിസ്കഷൻസിലേക്കൊക്കെ വന്നപ്പോഴാണ് അത് ആ സിനിമയിലേക്ക് ഭയങ്കരമായിട്ട് അതിനെ ഹൈപ്പ് കൂട്ടുമോ അല്ലെങ്കിൽ ഹൈപ്പ് കുറയ്ക്കുമോ എന്നുള്ളത് സിനിമ കാണുമ്പോൾ മാത്രം തന്നെ മനസ്സിലാവും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മലയാള സിനിമാ ചരിത്രത്തിലേക്ക് ഒരു ബിഗ് ബ്ലോക്ക് ബസ്റ്റർ കൂടി ഓൺ ദ വേ ആണ്. എമ്പുരാൻ വിശേഷങ്ങൾ, ചർച്ചകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് എമ്പുരാനിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ശ്രീജിത്ത് ഗുരുവായൂരാണ്. വെൽക്കം. എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു എമ്പുരാൻ സിനിമ കയ്യിലേക്ക് കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ എമ്പുരാൻ ഇത്രയധികം ഓഡിയൻസ് ഏറ്റെടുക്കുന്ന ഒരു സിനിമയിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ്? ഇത് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു ഹൈപ്പൊന്നും ഒരിക്കലും നമ്മളല്ല, ഞാനൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അതായത് ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് എമ്പുരാൻ സിനിമ സീക്വൽ ചെയ്യാൻ പോകുന്നു. മൂന്നാമത്തെ സിനിമയിലും പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹം മുമ്പുണ്ടായിരുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്നു. അതിലൊരാൾ ഞാനാണ് എന്നറിഞ്ഞതിലൊരു സന്തോഷം. പിന്നെ ഞാൻ പൊതുവെ ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രൈവ് കഴിഞ്ഞാൽ പിന്നീട് ഭയങ്കരമായ കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുക, അത് പൊതുവെ സിനിമകളിൽ കുറവാണ്. എന്താ പറഞ്ഞാൽ സൗഹൃദങ്ങളൊക്കെ ജോബിൽ ആണ് ഡിപ്പെൻഡഡ് ആണ്. ഇപ്പോൾ ജോബ്, നമ്മുടെ ഒരു ജോലി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവർ നമ്മളെ വീണ്ടും വിളിക്കുന്നത്. അപ്പോൾ എമ്പുരാനിലേക്ക് എത്തുമ്പോൾ എമ്പുരാൻ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട്, അത് രാജുവിൻ്റെ ഏറ്റവും നല്ല ബ്രീഫ്, സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ബ്രീഫ്, നമ്മളതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ബ്രീഫ് കിട്ടിയ സമയത്ത് ഭീകരമായ അല്ലെങ്കിൽ ഭയങ്കരമായ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഈ സിനിമ നമ്മളിലേക്ക് വരുമെന്നുള്ള തോന്നലില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയുടെ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന മേഖലകളിൽ മേക്കപ്പ് ഉണ്ടാകുന്നത് അതിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ പീരിയോഡിക് സിനിമകൾ പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രണ്ട് കാലഘട്ടം തോന്നിപ്പിക്കുന്ന സിനിമകൾ ചെയ്യുമ്പോഴാണ് മേക്കപ്പ് ആർട്ടിസ്റ്റിനൊരു ഇമ്പോർട്ടൻ്റ് കിട്ടുന്നത്. ആ ഇമ്പോർട്ടൻസ് കിട്ടുമ്പോൾ പോലും ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ, മ്യൂസിക് ഡയറക്ടർ, എഡിറ്റർ, അങ്ങനെയുള്ള മേഖലകളിലൂടെ കഴിഞ്ഞിട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ അത്തരം എക്സ്പെക്റ്റേഷൻ നമുക്ക് പൊതുവെ സിനിമകളിൽ നിന്ന് നമുക്കൊരു സിനിമയുടെ ഹൈപ്പ് ഉണ്ടാകുമ്പോൾ ഒരിക്കലും അതിനകത്തേക്കൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ വാല്യൂ പൊതുവെ കൂടാറില്ല. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇപ്പോൾ സിനിമകളിൽ തന്നെയാണെങ്കിലും കാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സിനിമയിലെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പാൻ വേൾഡ് കാസ്റ്റിംഗ് ആണ്. കാരണം ഇപ്പം നോർത്ത് നിന്നുള്ളവർ അഭിനയിച്ചിട്ടുണ്ട്, അതുപോലെ ഹോളിവുഡ് രീതിയിലേക്കാണോ ഈ സിനിമ പോകുന്നതെന്നുള്ളൊരു ആ ഒരു ചർച്ചകളൊക്കെ വന്നു. ആ സമയത്തൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമയിൽ ഇത്രയധികം ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇവർക്കെല്ലാം യുണീക്കായിട്ടൊരു മേക്കപ്പ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഏതൊക്കെ രീതിയിലായിരുന്നു രാജുവേട്ടൻ അത് ആദ്യം തന്നെ കൺവേ ചെയ്തത്? ആദ്യത്തെ ഒരു ബ്രീഫ് കഴിഞ്ഞിട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ രാജുവിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈല്, സ്വഭാവം വേണം. അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നാണ് ചർച്ച തുടങ്ങിയത്. പിന്നീട് സെയ്ദിൻ്റെ ക്യാരക്ടറിലേക്ക്, സെയ്ദിൻ്റെ ഫാമിലിയിലേക്കൊക്കെ നമ്മൾ സിനിമ കഴിഞ്ഞ് സെക്കൻഡ് ഡിസ്കഷൻസിലേക്കൊക്കെ വന്നപ്പോഴാണ്
അവർക്കൊക്കെ ഒരു നമ്മൾ അല്ലെങ്കിൽ അദ്ദേഹം കണ്ട ലൊക്കേഷൻസ് അല്ലെങ്കിൽ പിന്നീടുണ്ടായ ചിന്തകളിലാണ് സെയ്ദിൻ്റെ ഫാമിലിയിലൊക്കെ ആദ്യം എല്ലാവർക്കും ചില സിനിമകളിൽ ചില എന്താ പറയുക മതമായാലും അല്ലെങ്കിൽ രാഷ്ട്രീയമായാലും അങ്ങനെ ഇത്തരം ചിഹ്നങ്ങൾ അല്ലെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ബ്രീഫ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന കാര്യമാണ് മുസ്ലിം ആണെങ്കിൽ തൊപ്പി വയ്ക്കുക അല്ലെങ്കിൽ ആ നിസ്കാരത്തായ്മ്പ് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള എപ്പോഴും ചെയ്യുന്ന ചില പ്രോസസ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ സിനിമയിൽ ഒരു സൈനും ഇല്ലാതെ ഏറ്റവും എല്ലാവർക്കും ഇതിന് പറയുന്ന ഈ സിനിമയ്ക്കകത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മളൊരു മേഖലയിലും എൻഹാൻസ് ചെയ്യേണ്ട ഒരു മേക്ക് ഓവറോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഡിസൈൻ ചെയ്തത്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ മേക്കപ്പ് ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും അതുപോലെ തന്നെയാണ് അത് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സൈനുകളുടെ കാര്യം പറഞ്ഞു, അപ്പം അതിൽ ഒരു സൈൻ ഭയങ്കരമായിട്ട് ആൾക്കാരിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു റെഡ് ഡ്രാഗൺ ഒരു ഷർട്ടിൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സീൻ, അല്ല ഒരു പോസ്റ്റർ മാത്രമേ വന്നുള്ളൂ. അത് വന്നപ്പോൾ തൊട്ട് നമ്മളെല്ലാം എക്സൈറ്റഡ് ആണ്, ആരാണത് അല്ലെങ്കിൽ എന്താണ് ആ സിമ്പിൾ, അങ്ങനെയുള്ള ഒരുപാട് സർപ്രൈസിങ് എലമെൻറ്റ്സ്. എനിക്ക് ശ്രീജിത്തേട്ടൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് കാരണം പറയണോ എനിക്കറിയാം എന്നാ. അല്ല, അത് എന്താണ് ഇപ്പോഴത്തെ ഓഡിയൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ, അത് ഞാൻ ക്രോസ് ചെയ്യാതിരിക്കാൻ എന്ന് കഴിഞ്ഞാൽ അത് ക്രോസ് ചെയ്യുന്നതിലല്ല, അത് സിനിമയുടെ അത് അറിയണമെങ്കിൽ അതല്ലെങ്കിൽ അതൊരു അങ്ങനെയുള്ള കാര്യങ്ങൾ ഓഡിയൻസിലേക്ക് എത്തിക്കണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ റൈറ്റ്സ് ആസ് എ ഡയറക്ടർക്കാണ്. അപ്പോൾ അത് അദ്ദേഹം എന്താണോ കൺസീവ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ്. ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് ആ സിനിമയിലേക്ക് ഭയങ്കരമായിട്ട് അതിനെ ഹൈപ്പ് കൂട്ടുമോ അല്ലെങ്കിൽ ഹൈപ്പ് കുറയ്ക്കുമോ എന്നുള്ളത് സിനിമ കാണുമ്പോൾ മാത്രം തന്നെ മനസ്സിലാകുന്ന കാര്യം. എനിക്കൊന്ന് ഒരുപാട് ലൊക്കേഷൻസ് ലോകം മുഴുവൻ ഓടി നടന്ന് ഷൂട്ട് ചെയ്തൊരു സിനിമ കൂടിയാണ്. കാരണം അത്രയധികം പാൻ വേൾഡ് ലെവലിലേക്ക് ഷൂട്ടിംഗ് ലൊക്കേഷൻസും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഏതൊരു ലൊക്കേഷനാണ് ശ്രീജിത്തേട്ടനെ ഏറ്റവും കൂടുതൽ സർപ്രൈസ്ഡ് ആക്കിയത്, അല്ലെങ്കിൽ ഏതൊരു ഫ്രെയിം ഇതിൽ ഒരു മാജിക്കൽ ഫ്രെയിം എന്നൊക്കെ തോന്നിയൊരു? നമ്മൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ലോങ് ഷെഡ്യൂള് വേണ്ടി വന്നൊരു ഏരിയ ഒരു ഗുജറാത്ത് ഷെഡ്യൂളാണ്. അവിടെയാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള മേക്കപ്പിൻ്റെ ഏറ്റവും എക്സ്പ്ലോർ വേർഷൻ അല്ലെങ്കിൽ ആ ഷെഡ്യൂളിലാണ് നമ്മുടെ മാക്സിമം വർക്കുകൾ ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഏരിയ തന്നെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. സെയ്ദിൻ്റെ ഫാമിലി ഏരിയയിലാണ് നമ്മുടെ കൂടുതലായിട്ടുള്ള നമ്മുടെ എഫേർട്ട് വേണ്ടി വന്നത്. അതുകൊണ്ട് പേഴ്സണലി എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം. എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിലും പല രീതിയിലുള്ള സ്ക്രിപ്റ്റ് വർക്കുകൾ നടന്നിട്ടുണ്ട്. അതായത് ഈ സിനിമ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് ഇങ്ങനെയാണ്, സെയ്ദിൻ്റെ ക്യാരക്ടർ ഇതാണ്, സെയ്ദിൻ്റെ ക്യാരക്ടറിൻ്റെ സ്വഭാവം ഇതാണ്, അബ്രഹാം ഖുറേഷിക്ക് മറ്റൊരു തലമുണ്ട്, ഈവൻ സെയ്ദിൻ്റെ ഫാദർ ആരാണ്, ഇങ്ങനെയുള്ള ഒരുപാട് റൂമേഴ്സും മറ്റു കാര്യങ്ങളും എഴുതി വിട്ടത് കൊണ്ട് തന്നെ നമ്മളത്തരം കാര്യങ്ങളിൽ ബോധേഡല്ല. പലപ്പോഴും നമ്മൾ അത് ഈ സിനിമ ഹൈപ്പ് കൂടുന്ന സിനിമകൾ ഇപ്പം ഇതിനു മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വായിച്ചിട്ടുള്ളത് ദൃശ്യം സിനിമയ്ക്ക് പല വേർഷൻസ് കാണാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് ഓഡിയൻസ് അത്രയും ആ സിനിമയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഇഷ്ടപ്പെടുന്ന ആളുകളെ നിരാശപ്പെടുത്താത്ത ഒരു സിനിമ തന്നെ ആയിരിക്കണം, അത് തന്നെ ആയിരിക്കുമെന്നാണ് വിശ്വാസം. ഇപ്പോൾ എമ്പുരാൻ റിലീസാവുന്നതിന് മുന്നേ തന്നെ L3 പറ്റിയിട്ടൊരു പ്ലാനിങ് അല്ലെങ്കിൽ അതിൻ്റെ കഥകളും കാര്യങ്ങളും അല്ലെങ്കിൽ അതിലേക്കുള്ള ഡിസ്കഷൻസ് വരെ എത്തിയിരിക്കുകയാണ് ആൾക്കാർ. അത്രയധികം എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അപ്പം ഇപ്പോൾ സ്റ്റിൽ ഈ ഒരു ഇതിലിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗോകുലം നമ്മുടെ ഈ ഒരു എമ്പുരാൻ്റെ പാർട്ട്ണറായിട്ട് വന്നിരിക്കുന്നതാണ്. എനിക്കൊന്ന് കേരളത്തിൽ തന്നെ സിനിമാസിന് ഏറ്റവും കൂടുതൽ തിയേറ്റേഴ്സ് ഉള്ളതൊരു ഗോകുലത്തിനാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമാ ചരിത്രത്തിൽ കോളിളക്കം സൃഷ്ടിക്കാൻ പോകുന്നതുകൊണ്ടാണോ അപ്പം ഗോകുലം പോലും ഈ ഒരു സിനിമയെ ഏറ്റെടുത്തത്? അത് അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ എനിക്കറിയില്ല. അത് ആശീർവാദ് എന്ന് പറയുന്ന ആൻ്റണി ചേട്ടൻ്റെയും രാജുവിൻ്റെയും ഡിസിഷൻസ് തന്നെയാണ്. പിന്നെ അവർക്ക് ഇപ്പോൾ ഇങ്ങനൊരു സിനിമയ്ക്ക് ഇങ്ങനൊരു മൂവ്മെൻറ്റ് അൺഎക്സ്പെക്റ്റഡ് ആണ്. പക്ഷേ നമ്മൾ പറയില്ല, ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഗോകുലം അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഇങ്ങനൊരു സിനിമ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം, ഇതിൻ്റെ ഭാഗമാവാണമെന്ന് ഒരുപാട് ചിലപ്പോൾ ഇതിനു മുമ്പേ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഒരു നല്ലൊരു മൊമെൻറ്റിൽ നമ്മുടെ കേരളത്തിൽ തന്നെ മറ്റൊരു പ്രൊഡക്ഷൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പൃഥ്വിരാജ് അടക്കം അല്ലെങ്കിൽ ആൻ്റണി ചേട്ടനടക്കം ഉള്ള ആളുകൾ ചിന്തിക്കുന്നതിന് മുമ്പേ ആളുകൾ ചിന്തിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സ് മറ്റ് സിനിമകളിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ
പ്രൊമോഷൻ തുടങ്ങി, പോസ്റ്റേഴ്സ്, ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് അതെല്ലാം റിലീസ് ചെയ്യുന്ന സമയങ്ങളിലും ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് പോസ്റ്റർ റിലീസുകൾ, ലുക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള പോസ്റ്റേഴ്സ്. അതിനകത്ത് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മേക്ക് ഓവർ ചെയ്ത പിക്കും കൂട്ടത്തിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന വീഡിയോയും കൂടി ഓഡിയൻസ് രണ്ടും ഒരേ മൾട്ടിപ്പിളായിട്ട് കാണുമ്പോൾ, ഒരേ ടൈമിൽ കാണുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ ലുക്ക് ചേഞ്ച്, മേക്ക് ഓവർ എന്താണെന്നും ഈ സിനിമയിൽ നമ്മുടെ റോളുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സാധ്യത എനിക്ക് വളരെ ഫീൽ ചെയ്തു. മറ്റ് സിനിമകളിൽ ചിലപ്പോൾ ഇവ ഹൈപ്പുള്ളത് കൊണ്ടും അല്ലെങ്കിൽ എമ്പുരാൻ പോലത്തെ ഒരു സിനിമ ആയതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ പോലും ഇപ്പോൾ അതിനകത്ത് നമ്മൾ സിനിമ കാണുമ്പോൾ ഈ കഥാപാത്രങ്ങളെയെല്ലാം നമ്മൾ എമ്പുരാൻ സിനിമ ആയതുകൊണ്ടാണ് ആളുകൾ അത്രയും അധികം നേരത്തെ റിസീവ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ആളുകളുടെ ബ്രെയിനിൽ അത് രജിസ്റ്റർ ആയി കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ആ സ്ക്രീനിലേക്ക് കയറുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സ് എൻ്റർ ആവുമ്പോൾ ഇത് ഇന്ന ആളാണ്, ഓക്കെ ഇയാൾ, അതായത് അവർ മനസ്സിൽ കണ്ട മെനഞ്ഞെടുത്ത കഥകളുണ്ടാവും. എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞത്, ഓരോരുത്തരുടെ വേർഷൻസ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒരാൾക്ക് ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കൗതുകം അവിടെ തീരും. പക്ഷേ അതല്ലാതെയുള്ള ഒരു ഓഡിയൻസ് ഉണ്ട്. ഞാൻ അവരുടെ കാര്യത്തിലേക്കാണ് വരുന്നത്. ഒരു 30-40% ഈ സിനിമ എന്ന് പറഞ്ഞിട്ട്, എമ്പുരാൻ എന്ന് പറഞ്ഞ് ഇതിൻ്റെ ആദ്യം മുതലേ എമ്പുരാൻ എന്ന് പറഞ്ഞ് ഇതിൻ്റെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ അപ്ഡേഷൻസും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇതിനു വേണ്ടി മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. അവർ കഥ മെനയുന്ന, അവരുടെ മനസ്സിലുള്ള അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ എക്സ്പെക്റ്റേഷൻ ഒക്കെ ഓരോ കഥാപാത്രങ്ങൾ വരുമ്പോൾ, ഇപ്പം എമ്പുരാൻ്റെ ടീസർ ലോഞ്ചിങ്ങിൻ്റെ സമയത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞിരുന്നു, ലോകത്തിൽ ഏത് സിനിമ ചെയ്യാനും കേപ്പബിൾ ആയിട്ടുള്ളൊരു ടീം എൻ്റെ കൂടെ ഉണ്ട്. അതിലെടുത്ത് പറഞ്ഞൊരു പേരായിരുന്നു ശ്രീജിത്ത് ഗുരുവായൂരുന്നു. അപ്പം നിങ്ങളുടെ സൗഹൃദം ആക്ച്വലി എനിക്ക് തോന്നുന്നു വളരെ പണ്ട് തൊട്ട് തന്നെ രാജുവേട്ടൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടാണ് ചേട്ടനാണെങ്കിലും കടന്നു വരുന്നത്. അപ്പം എങ്ങനെയാണ് ഈ സൗഹൃദം ഇങ്ങനെ ബിൽഡ് ചെയ്തത്? ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മുടെ ഒരു നീഡ്സ് എന്താണെന്നുള്ളത് നമുക്കറിയാം. നമുക്ക് അദ്ദേഹം ചെയ്യുന്ന സിനിമകളിൽ ഞാനുണ്ടെങ്കിൽ, ഞാൻ അതിൻ്റെ ഒരു ടെക്നീഷ്യനായിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ മേക്ക് ഓവറുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു നീഡ്സ് ആവശ്യമുള്ളൂ. അതല്ലാതെ നമ്മൾ അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹമായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് വലുതാവുമ്പോൾ നമ്മളിപ്പുറത്തു കൂടി നമ്മുടേതായിട്ടുള്ള ജോലികൾ ഗ്രാഫ് വലുതാവുന്നുണ്ട്. അപ്പോൾ സൈലൻ്റായിട്ട് നമുക്ക് കുറച്ചും കൂടി അദ്ദേഹത്തിൻ്റെ വലുപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രോത്ത് നമുക്ക് കുറച്ചും കൂടി അടുത്ത നമുക്കറിയാൻ പറ്റും. പക്ഷെ നമ്മുടെ കരിയർ ഗ്രോത്തിൻ്റെ വലിപ്പം അദ്ദേഹത്തിന് അറിയേണ്ട കാര്യമില്ല. അദ്ദേഹം പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ സിനിമയുടെ ഭാഗമായിട്ട്, പ്രൊഡക്ഷൻ ചെയ്ത സിനിമയുടെ ഭാഗമായിട്ടാണ് ഞാൻ അതിലുണ്ടായിരുന്നത്. അവിടെ നിന്ന് പിന്നെ പുള്ളി ഡയറക്ടർ ആയപ്പോഴാണ് ശരിക്ക് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി നമ്മളുമായിട്ട് ഈസി ആവുന്നത്. അതായത് അതുവരെ അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ നീഡ്സാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ സൗഹൃദം എന്ന് പറഞ്ഞ് ഇതിനെ വേറെ രീതിയിലേക്ക്, അങ്ങനെ ഒരു സൗഹൃദത്തിനപ്പുറത്ത് ഇപ്പോൾ എനിക്കും, ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ സക്സസ് മാൻ ആയിട്ടുള്ള പൃഥ്വിരാജ് എന്ന് പറയുന്നൊരു ആക്ടറുടെ ഉള്ളിലും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ ചിന്തകളുണ്ട്. അതേപോലെ നമ്മുടേതായിട്ടുള്ള ചിന്തകളുണ്ട്. പക്ഷേ എവിടേക്കോ നമുക്ക് ചില സാമ്യതകൾ തോന്നാറുണ്ട്. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് പബ്ലിക്കായിട്ട് ഒരാളോട് ഹായ് പറയണമെന്നോ, അല്ലെങ്കിൽ അത് ഹായ് പറയുമ്പോൾ നമ്മൾ ഫോമലായിട്ട് നമ്മൾ ആക്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് പോയി ഹായ്, അല്ലെങ്കിൽ സൗഹൃദം പുതുക്കാനായിട്ട് മെസ്സേജുകൾ ചെയ്യുമോ, അല്ലെങ്കിൽ സിനിമ, ഇപ്പോൾ വീടിനടുത്ത് പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ നടക്കുന്നുണ്ട്, എനിക്ക് അദ്ദേഹത്തിന് പോയി ആവശ്യമുണ്ടെങ്കിൽ പോവുക, സംസാരിക്കുക, തിരിച്ചു വരിക എന്നതിനപ്പുറത്തേക്ക് സിനിമാ സൗഹൃദങ്ങൾ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യാൻ അത് അവരും ഡിസർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ ജോബുകൾ എത്രത്തോളം നന്നാകുന്നു അത്രത്തോളം അവർ നമ്മളെ ചേർത്ത് പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അല്ലാതെയുള്ള ഒരു ഫസ്റ്റ് സിനിമ ചെയ്തതിൻ്റെ പേരിൽ, ആ സിനിമ സക്സസ് ആയതിൻ്റെ പേരിൽ ചിലപ്പോൾ ചേർത്ത് പിടിച്ചേക്കാം. പക്ഷെ അത് താൽക്കാലികമായിരിക്കും. ഈ എമ്പുരാനിൽ എത്തി നിൽക്കുമ്പം എമ്പുരാൻ കൊണ്ടുപോകുന്നൊരു സിഗ്നേച്ചർ ലുക്ക്, അല്ലെങ്കിൽ എമ്പുരാൻ ഇറങ്ങിക്കഴിഞ്ഞാലും എമ്പുരാൻ്റെ ഒരു സിഗ്നേച്ചർ ലുക്ക് ആവാൻ പോകുന്നത് ആരായിരിക്കും? എമ്പുരാൻ്റെ സിഗ്നേച്ചർ ലുക്ക് അബ്രഹാം ഖുറേഷി തന്നെയായിരിക്കും. അദ്ദേഹം ആ സ്ക്രീൻ സ്പേസ് കഴിഞ്ഞിട്ടാണല്ലോ മറ്റ് ആർക്കും അവിടെ, അതാണല്ലോ ആ സിനിമയുടെ വലിപ്പം. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ ഡയറക്ടറും അദ്ദേഹം തന്നെയാണ്. ഇപ്പോൾ ലാൽ സാറിനെ പോലെ ഒരാളെ ഏറ്റവും നന്നായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇന്ന് അത് ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ള, അതിൻ്റെ സീക്വൽ ഇന്ന് ട്രസ്റ്റ് ചെയ്തിട്ടുള്ള
ലാൽ സാറിനെ പോലെ ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഈ ആൻ്റണി ചേട്ടൻ ചേർന്ന് നിൽക്കുന്ന അദ്ദേഹവും ഏറ്റവും നല്ല കരങ്ങളിലാണ് ഈ സിനിമ കൊണ്ട് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ലാലേട്ടനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് രാജുവേട്ടൻ. അപ്പം ലാലേട്ടൻ്റെ കൂടെ ആ സിനിമയിൽ ഡയറക്ടറായിട്ട് നിൽക്കുന്നു. അപ്പം എങ്ങനെയായിരുന്നു അവരുടെ ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ബിഹൈൻഡ് ദ സീനിൽ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലാൽ സാറായാലും ആൻ്റണി ചേട്ടനായാലും ടു സെഡ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർക്ക് അവരുടെ ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ എല്ലാ തീരുമാനങ്ങളും ഡിസിഷൻ മേക്കറായിട്ട് ആൻ്റണി ചേട്ടൻ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലും രാജു എന്ത് പറയുന്നു, അല്ലെങ്കിൽ രാജുവിലൂടെ എന്താണ് ഈ സിനിമയുടെ അതായത് ലൂസിഫർ എന്ന് പറയുന്ന സിനിമ അപ്പോൾ അവർക്കറിയാലോ. ഇപ്പോൾ ഒരു ഡയറക്ടറായിട്ട് ഒരാൾ ഫസ്റ്റ് വരുമ്പോൾ അവർ ബ്രീഫ് ചെയ്ത് കൊടുക്കുമ്പോൾ മുതൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ അറ്റംപ്റ്റുകൾ അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ അവരുടെ വിഷൻ കൺവേ ചെയ്യുന്നു, നരേറ്റ് ചെയ്യുന്നു, അവിടെയാണല്ലോ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ നരേറ്റ് ചെയ്ത ഒരു വ്യക്തി അത് ഏറ്റവും നല്ല രീതിയിൽ അത് സ്ക്രീനിലേക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരാളാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം സക്സസ് മാനാണ്. ലാലേട്ടൻ ഈ സിനിമയെ പറ്റി തമാശ രൂപേണ പറഞ്ഞിരുന്നു 500 പേരുള്ളൊരു യൂണിറ്റ് ആയിരുന്നെന്ന്. ശരിക്കും പറഞ്ഞാൽ 500 പേരുള്ള യൂണിറ്റ് എങ്ങനെയായിരുന്നു മൊത്തം യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ? ക്രൂ ഒരു അത്യാവശ്യം ഹ്യൂജ് ക്രൂ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ നേരിട്ട ചില വെല്ലുവിളികളുണ്ട്. അതായത് നമ്മൾ ഗുജറാത്തിൽ പോയി ഷൂട്ട് ചെയ്ത ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഗുജറാത്തിൽ ഇപ്പോൾ അതിൻ്റേതായിട്ടുള്ള അത് കുറച്ചും കൂടി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുക. അപ്പോൾ അവരുടെ ഇപ്പോൾ ഫസ്റ്റ് ലൊക്കേഷൻ കണ്ട ആർട്ട് മോഹൻദാസ് ആയാലും ഇപ്പോൾ വാവയാണെങ്കിലും അപ്പോൾ അവർ ഡിസൈഡ് ചെയ്തിട്ടുള്ള അവർ തീരുമാനിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഇന്ന സമയത്തായിരിക്കും ഷൂട്ടിംഗ് എന്ന് തീരുമാനിച്ചുകൊണ്ട് അതിൻ്റെ വെതർ റിപ്പോർട്ട് എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സിനിമ എമ്പുരാനാണ്, അതിനകത്ത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂട്ടിങ്ങുകളുണ്ട്. അപ്പോൾ അതിൻ്റെ തീരുമാനങ്ങൾ ഇവരിലൂടെയാണ് അത് ആദ്യം സാധ്യമാവുന്നത്. അപ്പോൾ ഭയങ്കര റെസ്പോൺസിബിലിറ്റിയുള്ള ഏരിയയാണ് ഈ പറഞ്ഞ ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഈവൻ അസോസിയേറ്റ് അവരുടെ തീരുമാനത്തിലാണ് ഇത് സിനിമയുടെ എവിടെ ഈ ലൊക്കേഷൻസ് കാണുന്ന സമയമായാലും അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ. അപ്പോൾ അവരുടെ വെതർ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മുടെ പ്രാക്ടിക്കലായിട്ട് വന്ന സമയത്ത് വിലായത്ത് ബുദ്ധയിൽ രാജുവിൻ്റെ കാലിന് പറ്റിയ പരിക്ക്, അവിടെ നിന്നാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യം വളരെ ഈസി ആയിട്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളുണ്ടാവും. പിന്നീട് നമ്മൾ അവൈലബിൾ ആകുന്ന സമയത്ത് അതിൻ്റെ ഷൂട്ടിംഗ് ഷെഡ്യൂളുകളായാലും മറ്റ് കാസ്റ്റിങ്ങിൻ്റെ ഒക്കെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഷെഡ്യൂളുകൾ മാറി വന്നത്. നോക്കുമ്പോൾ ഗുജറാത്തിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഹ്യൂജ് ക്രൂ ഷൂട്ട് ചെയ്ത് തുടങ്ങി ഒരു സ്ഥലത്തെത്തി ഫസ്റ്റ് ഷെഡ്യൂളിൽ തന്നെ ഷൂട്ട് ചെയ്ത് ഒരു 2 days കഴിയുമ്പോഴേക്കും ഒരു സ്ഥലത്ത് ഫുൾ സ്നോ വന്ന് അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ വെതർ നമുക്കെതിരായിരുന്നു. അതൊരു ഫസ്റ്റ് ഡേ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഗുജറാത്തിലേക്ക് എത്തി. ഗുജറാത്തിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത ആദ്യത്തെ പ്രോസസ്സ് കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ മഴ, ലൈറ്റിൻ്റെ പ്രോബ്ലംസ് കാരണം നമുക്കത് പിന്നെ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇത്തരം വലിയൊരു ക്രൂ വെച്ച് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുക എന്നൊക്കെ പറയുന്ന ടാസ്ക് വളരെ വലുതായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇത്രയും വലിയ രീതിയിലേക്ക് ഒരു സക്സസ് നമ്മളൊക്കെ നോക്കി കാണാറുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മളിത് എമ്പുരാൻ എന്തുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ അല്ലെങ്കിൽ പറയുന്ന പൃഥ്വിരാജ് എന്ന് പറയുന്നിടത്ത് ഷോൾഡർ ചെയ്യപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൻ്റെ അത് അദ്ദേഹത്തിന് കേപ്പബിൾ ആയതുകൊണ്ടാണ് അദ്ദേഹം അത് അറിയാതെ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടല്ലല്ലോ. ഇപ്പോൾ എമ്പുരാൻ്റെ ഒരു ഹൈപ്പ് ഒരിക്കലും അത് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഹൈപ്പ് മാക്സിമം പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർ റിഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും ഈ സിനിമയുടെ നെഗറ്റീവിനെ അതായത് അത് ഈ സിനിമയെ ബാധിക്കരുത്. സക്സസ് ആയി കഴിഞ്ഞാൽ ഹൈപ്പ് ഓക്കെ, അങ്ങനെ അതുകൊണ്ട് തന്നെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ സിനിമയിൽ തന്നെ. അതായത് ഇപ്പം സ്റ്റീഫൻ നെടുമ്പള്ളി ആണെങ്കിലും അബ്രാം ഖുറേഷി ആണെങ്കിലും രണ്ട് എക്സ്ട്രീമിലുള്ള ക്യാരക്ടേഴ്സ് ഇവരെയാണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പം മേക്കപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ലുക്കിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും രണ്ടുപേരെയും 2 എക്സ്ട്രീമിൽ നിർത്തണമല്ലോ. അത് ഇത്തിരി ടാസ്ക് എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പം ഏതൊക്കെ രീതിയിലാണ് അവരെ രണ്ടുപേരെയും വ്യത്യസ്തരാക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നൊരു അത് നമുക്ക് ആ ഏരിയ ഒന്നാമത് ലാൽ സാറിനെ പോലെയുള്ള ഒരാളെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ ചലഞ്ച് കുറവാണ്. അതായത് നമ്മൾ മെയിൻ സ്ട്രീമിലുള്ള ഒരു നായകനെ നമ്മളൊരു സിനിമയിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ
മേക്ക് ഓവറുകൾ ചെയ്തുകൊണ്ട് പ്രസൻറ്റ് ചെയ്യേണ്ട സിനിമകളുണ്ട്. പക്ഷേ ഈ സിനിമ സീക്വൽ ആയതുകൊണ്ടും ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ സ്റ്റീഫൻ ആരാണെന്നും എന്താണെന്നും സ്റ്റീഫൻ്റെ ഭാവങ്ങൾ വരെ അല്ലെങ്കിൽ സ്റ്റീഫൻ്റെ ലുക്ക് വരെ ഓഡിയൻസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ലൂസിഫറിൽ തന്നെ എൻഡ് കൺക്ലൂഷൻ ചെയ്യണ സമയത്തും അബ്രഹാം ഖുറേഷി ആരാണെന്നും എന്താണെന്നും അതിൻ്റെ ഡ്രസ് കോഡ് വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു, ആ വലിപ്പം കണ്ടു കഴിഞ്ഞു. പിന്നെ ഈ രണ്ട് കഥാപാത്രങ്ങൾക്ക് എമ്പുരാനിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 5 ഇയേഴ്സാണ്. ആ 5 ഇയേഴ്സിൻ്റേതായിട്ടുള്ള ചില ഷെയ്ഡുകൾ, ചില ആഡ് ഓൺസ് മാത്രമേ നമുക്കത് ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ വളരെ സ്ക്രീൻ പ്രസൻസ് ഉള്ള പുള്ളി ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അത് ആറ്റിറ്റ്യൂഡും പരിപാടിയും, പിന്നെ ആ കാര്യങ്ങളിൽ രാജു കുറച്ചും കൂടി ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതായത് എല്ലാത്തരം ഓഡിയൻസിനെയും ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും എന്ന് ആദ്യമേ തന്നെ പുള്ളിയുടെ ബ്രെയിനിലുണ്ട്. അത് നടപ്പിലാക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഞാനടക്കമുള്ള അല്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ഏറ്റവും ട്രസ്റ്റ് ചെയ്യുന്ന ക്രൂ നിന്നു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡയറക്ടർ നമ്മുടെ കൂടെ മുന്നിലുണ്ടെങ്കിൽ നമുക്ക് ആ വഴിയിലൂടെ സുഖമായിട്ട് യാത്ര ചെയ്യാവുന്നതാണ്. അതല്ലാതെ വരുമ്പോൾ ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. പക്ഷേ ഇപ്പോൾ എമ്പുരാനെ പറ്റിയാണെങ്കിലും ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിൽ ലാലേട്ടൻ്റെ ഏതൊരു റോൾ അല്ലെങ്കിൽ ഏതൊരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് തിയേറ്ററിൽ വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്നത്? അദ്ദേഹത്തിന് ആദ്യം കാണുന്ന മൊമെൻ്റ് തന്നെ തിയേറ്ററിൽ അവരുടെ ഇഷ്ടപ്പെടുന്ന നായകനെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സിനിമയെ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് മുതൽ കയ്യടികൾ ഉണ്ടാവണം. ആ ചിരിക്ക് പിന്നിൽ പലതും ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ പറഞ്ഞില്ല, ഇതിപ്പോൾ ഞാൻ പറയുന്നത് കൊണ്ട് ഇപ്പം നമ്മളൊരു പ്രൊമോഷൻ്റെ ഭാഗവുമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. നമുക്കൊരു പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഹൈപ്പിലായിരിക്കും ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കും പറയാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇനി കാണാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കളയുന്നതോടൊപ്പം തന്നെ അത് അനാവശ്യമായ ഒരു കാര്യത്തിലേക്ക് ഇപ്പം നമ്മൾ സിഗ്നേച്ചർ ലുക്ക് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഈ സിനിമയിൽ ഏതായിരിക്കും ഒരു സിഗ്നേച്ചർ മേക്കപ്പ് പ്രൊഡക്റ്റ്? നമ്മളിതിനകത്തൊരു പ്രോസ്തറ്റിക് മേഖലയിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് പല സിനിമകളിലും നമുക്ക് നായകന്മാരെ ഡൂപ്പായിട്ടാണ് നമ്മൾ അവരുടെ ഫേസ് തന്നെ നമ്മൾ മാസ്ക് പോലെ ചെയ്ത് നമ്മളത് റീപ്ലേസ് ചെയ്യും, വേറൊരാളുടെ ഫേസ് പോലെ ക്രിയേറ്റ് ചെയ്യും. അത് പലപ്പോഴും വൈറ്റ് ഷോട്ടുകളിലാണ് നമ്മളത് ഉപയോഗിക്കുക. അതായത് ആ ഫേസിൻ്റെ സിമിലാരിറ്റി നമ്മൾ അതേ ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊരു പ്രോസ്തറ്റിക് മാസ്കാണ്. ആ മാസ്കിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അടുത്തൊരു വേർഷൻ, അതായത് ഒരു ക്യാരക്ടറിൻ്റെ ഫേസ് റീക്രിയേറ്റ് ചെയ്തൊരു ആർട്ട് ഫോം ഇതിനകത്തുണ്ട്. പ്രോസ്തറ്റിക് പ്രോസസ്സാണ്. അതൊരു സ്കൾപ്ചർ എടുത്ത് അതിൻ്റെ പ്രോസ്തറ്റിക് ഏരിയയിലൂടെ കടന്നു പോയിക്കൊണ്ട് അതൊരു ഇതിനകത്തുള്ളൊരു ഹിഡൻ ആയിട്ടുള്ളൊരു ഏരിയയാണ്. അത് ഏറ്റവും നന്നായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് പ്രോസ്തറ്റിക് ഏരിയകൾ. പിന്നെ പ്രോസ്തറ്റിക്കിൻ്റെ തന്നെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് അത്യാവശ്യം നല്ല നല്ല ഏരിയകളിലൂടെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവ പറയുമ്പോഴാണെങ്കിൽ ഹിഡനായിട്ട് ഒരുപാട് അതായത് എനിക്ക് തോന്നുന്നു ചെറിയ സർപ്രൈസുകളല്ല ഇതിനകത്ത്. നമ്മൾ ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രീ ആയിട്ട് നമ്മൾ ഇപ്പോൾ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുക, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുക എന്ന് പറയുമ്പോൾ ഞാൻ സൈലൻ്റ് ആയാലും എന്തോ ഉള്ള പോലെയാണ്. അപ്പോൾ ഇത് എല്ലാ സിനിമകളിലും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോസ്റ്റർ റിലീസിങ് അടക്കമാണ് ആൾക്കാർ ഇതിനകത്ത് പക്ഷേ സിനിമ തുടങ്ങിക്കഴിഞ്ഞ് ഇതെല്ലാം ആളുകൾ മറക്കും. സിനിമ ആത്യന്തികമായിട്ട് ആസ്വദിക്കുക. സെക്കൻഡ് ടൈമൊക്കെ സിനിമ കാണുമ്പോഴാണ് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് ചിലപ്പോൾ ആളുകൾ ശ്രദ്ധ തിരിക്കുക. അതിനപ്പുറത്ത് ഈ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ മേക്കപ്പ് ആയാലും ഇപ്പോൾ അത് ഭയങ്കരമായി ചെയ്തെടുത്ത് അതായത് ലോകോത്തര രീതിയിലുള്ള വർക്കാണ് എന്നൊന്നും പറയുന്നതിനപ്പുറത്ത് അത് ഫസ്റ്റ് ടൈം ആത്യന്തികമായിട്ട് ആ സിനിമ ആസ്വദിക്കണം. ആ സിനിമേനെ ഡിസ്റ്റർബ് ചെയ്യുന്ന, ആസ്വാദനത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു എലമെൻറ്റും ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. എന്നാലും തിയേറ്ററിൽ തന്നെ പോയല്ലേ ആ ഒരു മാജിക് എക്സ്പീരിയൻസ് ചെയ്യാൻ
എല്ലാവരും റെഡിയായിരിക്കുവാണ്. അതെ, എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു.